ഞാനിപ്പോ ഉള്ളത് പേരിയ വട്ടപ്പോയില്. പേരിയ 34ന്റെ 1 കിലോമീറ്റർ ഇപ്പുറം. അപ്പൊ ഇന്ന് നല്ലോണം മഴ പെയ്ത ദിവസമാണ്. അപ്പൊ എപ്പം മഴ ഉണ്ടെങ്കിലും ഇങ്ങനെ മരം വീഴാനും റോഡ് സൈഡിൽ റോഡുമ്മേൽ മരം വീഴാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. ഇവിടെ ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഏതൊക്കെ റോഡ് ബ്ലോക്കായിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് ബ്ലോക്ക് മാറ്റി. റോഡ് ബ്ലോക്കായി കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം വന്നെത്തുന്ന വണ്ടി അവര് തിരിച്ചു പോയി എവിടെയാ റേഞ്ച് ഉള്ളത് അവിടെ നിന്ന് ഫയർഫോഴ്സിനെയോ അല്ലെങ്കിൽ ആരെ അറിയിക്കേണ്ടത് അവരെ അറിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ തന്നെ ആ മരം വീണ അടുത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നത് നല്ലതിനല്ല. അടുത്ത മരവും നമ്മളെ വണ്ടീന്റെ മുകളിലും വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ പൊതിർന്ന് നിൽക്കുന്നതായോണ്ട് മരം വീഴാന് കാറ്റടിച്ചിട്ടൊന്നല്ല ഈ മരം വീഴുന്നത്. ഈ മരം വീഴാനുള്ള കാരണം മണ്ണ് പൊതിർന്നിട്ടാണ് മരം വീഴുന്നതും പിന്നെ ഉണങ്ങിയ മരം പൊട്ടി വീഴുന്നതുമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്. പിന്നെ നമ്മള് ബ്ലോക്കായിട്ട് കണ്ടാൽ എപ്പായാലും ഏത് സമയമായാലും കുറച്ച് വണ്ടി തിരിച്ചു പോവാ. എവിടെയാ ബ്ലോക്ക് ഉള്ളത് അവിടുന്ന് തിരിച്ചു പോയി പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കുക അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുക. പിന്നെ ഈ വീഡിയോയിലൊന്നും തന്നെ ഞാൻ ആ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും തലപ്പുഴ പോലീസിന്റെ നമ്പറും ഫയർഫോഴ്സിന്റെ നമ്പറും ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മള് ബ്ലോക്ക് മാറുന്നത് വരെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം മരങ്ങൾ കുറവുള്ള സ്ഥലത്തും മരം വീഴാന്ന് ഉറപ്പുള്ള സ്ഥലത്തും മാത്രമേ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടുള്ളൂ.